ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നാടൻ ചൈനീസ് ബോൾസം എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ പരിപാലിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രൊപ്പഗേഷൻ രീതി, അതിൻ്റെ പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എല്ലാം നമുക്ക് വേണ്ടി ഇന്ന് പറഞ്ഞു തരുന്നത് ജാൻസി മാഡമാണ്. കഴിഞ്ഞ നമ്മൾ വീഡിയോ ചെയ്ത് ബൊഗൈൻവില്ലയുടെ ഒരു നഴ്സറിയെക്കുറിച്ചായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഹായ്, ഞാൻ സാലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോസ് എല്ലാം കണ്ട് എല്ലാവരും ഇഷ്ടം അറിയിച്ചതിനും കമൻറ്റ് രേഖപ്പെടുത്തിയതിനൊക്കെ പ്രത്യേകം നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ പ്രോത്സാഹനം വേണം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എന്താ പറയുക, നിസ്സാരമായിട്ട് നമ്മൾ കാണുന്ന നാടൻ ചൈനീസ് ബാൽസത്തിൻ്റെ വീട്ടിലുണ്ടായിരിക്കുന്ന പൂക്കളുടെ ഭംഗി നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാനാണ്. നമ്മൾ സാധാരണ ചട്ടികളിലോ അല്ലെങ്കിൽ മണ്ണിലൊക്കെയാണ് നാടൻ ചൈനീസ് ബാൽസൊക്കെ നട്ട് നമ്മൾ പൂക്കൾ ഉണ്ടാക്കിയെടുക്കുക. പക്ഷെ ഞാൻ ഒന്ന് ഒരു പ്രത്യേക രീതിയിൽ ഒന്ന് ഹാങ്ങിങ് ചെയ്യാമെന്ന് ഓർത്തു. പക്ഷെ എനിക്ക് തോന്നുന്നു പലരും ഹാങ്ങിങ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. എങ്കിലും ആദ്യമായിട്ട് ഞാൻ എൻ്റെ പൂന്തോട്ടത്തിൽ ചൈനീസ് ബാൽസം ഹാങ് ചെയ്തതിൻ്റെ ഭംഗി നിങ്ങളെ ഒന്ന് കാണിക്കുക. അതിന് ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുക എന്നുള്ള ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഹാങ്ങിങ് ചൈനീസ് ബാൽസം. നാടൻ ചൈനീസ് ബാൽസാണ്. നമുക്ക് വളരെ മനോഹരമായിട്ട് ഇതേപോലെ ചട്ടികളിൽ ഹാങ് ചെയ്ത് മരത്തണലുകളിൽ നമുക്ക് ഇതേപോലെ അല്ലെങ്കിൽ നല്ല ഷെയ്ഡ് കിട്ടുന്നിടത്ത്, അതായത് നേരിട്ട് സൂര്യപ്രകാശം കിട്ടാത്തിടത്താണെങ്കിൽ നിറച്ച് പൂക്കൾ തരും. അതുപോലെ ചെടികൾക്ക് ഹെൽത്തി ആയിട്ട് നിന്നോളും. അപ്പോൾ ഇതേപോലെ ചെറിയ ചട്ടികളിൽ നമ്മൾ സാധാരണ എന്താണ് ചെയ്യാറ്, 10 മണികളോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെടികളൊക്കെയാണ് നമ്മൾ വെക്കാറ്. ഇതേപോലെയുള്ള ചട്ടികൾ നമ്മുടെ വീട്ടിൽ ഒത്തിരി കാണും. പല പഴയ ചട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെയിൻറ്റ് ചെയ്ത് നമുക്ക് ഇതേപോലെ സാധാരണ നാടൻ ചൈനീസ് ബാൽസം നട്ട് ഇതേപോലെ പൂക്കൾ കിട്ടും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് കാലാവസ്ഥയിലും പൂക്കൾ തരും എന്നുള്ളതാണ്. മഴക്കാലത്തും നിറച്ച് പൂ തരും. അതുപോലെ വേനൽക്കാലത്തും നമ്മൾ 2 നേരമൊക്കെ ഒന്ന് നനച്ച് കൊടുത്താൽ ചെറിയൊരു വാട്ടം ഉണ്ടെങ്കിലും വെയിൽ കിട്ടാതെ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ചൈനീസ് ബാൽസം ഇങ്ങനെ മരങ്ങളുടെ താഴത്ത് തണലുകളിൽ വളരെ ഭംഗിയായിട്ട് പൂക്കളുണ്ടായി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ഇല്ലാതെ ഇപ്പം ഫ്ലാറ്റുകളിലോ അല്ലെങ്കിൽ അധികം സ്ഥലമൊന്നും ഇല്ലാതെ ഇരിക്കുന്നവർക്കൊക്കെ എന്നാൽ പൂക്കൾ കാണാൻ കൊതിയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇതേപോലെ നാടൻ ചൈനീസ് ബാൽസം നിങ്ങൾ ധൈര്യമായിട്ട് ഇതുപോലെ തൂക്കിച്ചട്ടിയിൽ നട്ടോളിട്ടോ. നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ ഈ ചെടികളുടെ ഭംഗിയാണ് ഇതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ഇന്ന് വന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ കളർ, എൻ്റെ കയ്യിലുള്ളതിൻ്റെ ഓരോന്നിൻ്റെ കളറൊന്ന് നോക്കാം നമുക്ക്. അതുപോലെ ഈ ചൈനീസ് ബാൽസത്തിൻ്റെയൊക്കെ ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്കറിയാം, അതിൻ്റെ ചെറിയ കമ്പുകൾ നട്ട് പിടിപ്പിച്ചാൽ പെട്ടെന്ന് ഈസി ആയിട്ടൊക്കെ പിടിപ്പിച്ച് കിട്ടാറുണ്ട്. പക്ഷേ പലപ്പോഴും പലരുടെയും ചീഞ്ഞു പോകാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെടി നടുന്നത്, ഇതിൽ കമ്പ് നട്ട് പിടിപ്പിക്കേണ്ടത് സാധാരണ മണ്ണിലായിരിക്കണം. ഒരു വളവും ചേർക്കാത്ത മണ്ണും മാത്രം ചേർന്ന കുറച്ച് ചകിരിച്ചോറും കൂടി, ഇപ്പോൾ ഈ വേനൽക്കാലമായതുകൊണ്ട് ചകിരിച്ചോറും കൂടി ചേർന്ന മണ്ണിൽ മാത്രം നടുക കേട്ടോ. ഒരു വളവും ചേർക്കരുത്. അതുപോലെ തന്നെ ഈ കൊമ്പ് നമ്മൾ ഒടിച്ചാണ് നടുന്നതെന്നുണ്ടെങ്കിൽ കൊമ്പിൻ്റെ ഒരിക്കലും ഇതിൻ്റെ ഇളം കൊമ്പ് വെറുതെ മുറിച്ച് നടാതെ ആ കൊമ്പിൻ്റെ തുടക്കം എവിടെയാണോ, ഇപ്പോൾ അത് ഇവിടെയാണ് ഇതിൻ്റെ തുടക്കം എന്നുണ്ടെങ്കിൽ കണ്ടോ, ഈ എവിടെയാണോ ഇതിൻ്റെ ശാഖ തുടങ്ങുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഒടിച്ചെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് പിടിച്ച് എനിക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതെ, ഇത് കണ്ടല്ലോ, ഇപ്പോൾ ഇതിൻ്റെ ശാഖ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒടിച്ചെടുക്കുക. കണ്ടോ, ഇങ്ങനെ ഒടിച്ചെടുക്കുന്ന കമ്പുകളാവുമ്പോൾ പെട്ടെന്ന് പിടിച്ച് കിട്ടും. അതേസമയം നമ്മൾ ഈ കൊമ്പിൻ്റെ ഈ അറ്റത്തുനിന്ന് മുറിച്ച് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടാറില്ല. അതിൻ്റെ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഭാഗമുള്ള കമ്പാണെങ്കിൽ പെട്ടെന്ന് പിടിച്ച് കിട്ടാറുണ്ട് കേട്ടോ.
ഞാൻ അതുപോലെ കമ്പുകൾ ഒടിച്ചിട്ടേ കുത്തി വെച്ച് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. സാധാരണ മണ്ണിൽ ഒന്നിലധികം ഈ ചട്ടിയിൽ തന്നെ 3-4 കമ്പ് ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് പിടിച്ച് കിട്ടും. നമ്മൾ വളരെ തണൽ ഏരിയയിൽ വെച്ച് കുറച്ച് വാട്ടൊക്കെ ഉണ്ടാവും ആദ്യത്തെ ദിവസം, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ ഉഷാറായിക്കോളും. അപ്പോൾ ഞാനിത് പോട്ടിലേക്ക് മാറ്റാണ്. അപ്പോൾ എൻ്റെ പോട്ടി മിക്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. പലരും പല രീതിയിൽ വളരെ ഈസി ആയിട്ട് നട്ടുപിടിപ്പിക്കാൻ വലിയ കെയറിംഗ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞാലും ഞാൻ ഇതുപോലെ കെയർ ചെയ്തുകൊണ്ടാണ് കേട്ടോ എനിക്ക് നന്നായിട്ട് പൂക്കൾ വന്നത്. അപ്പോൾ എൻ്റെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതേ പോട്ട് എടുത്തിട്ടുണ്ട്. അതിനകത്ത് സാധാരണ മണ്ണ് കുറച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് സാധാരണ മണ്ണും മണലും കുറച്ച് ചാണകപ്പൊടി, അതുപോലെ തന്നെ ഒരു പിഞ്ച് എല്ലുപൊടി. കാരണം നമ്മൾ ചൈനീസ് ബാൽസം ചെറിയ പോട്ടിൽ നട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊരു വളവും അതിനകത്ത് ചേർക്കുന്നില്ല. നമ്മൾ എന്തെങ്കിലും ലിക്വിഡ് പരുവത്തിലുള്ള വെള്ളം മാത്രമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. നമ്മളൊരു ചെറിയ ചട്ടിക്ക് വേണ്ടിയിട്ടുള്ള മിക്സ് ആട്ടോ അത്. അപ്പോൾ എല്ലാം കുറേച്ചെടുത്താൽ മതി. ഇതേപോലെ ഒരു മിക്സ് നമുക്ക് കിട്ടും. കണ്ടല്ലോ, നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ കുറച്ച് മണലും കുറച്ച് മണ്ണും അതുപോലെ കുറച്ച് ചാണകപ്പൊടി, ഉണങ്ങിയ ചാണകപ്പൊടി തന്നെ എടുക്കാം. പിന്നെ അല്പം എല്ലുപൊടി. പിന്നെ ഞാൻ ഈ ചട്ടിയിൽ ഇടാൻ പോകുന്നതേ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എപ്പോഴും നമ്മുടെ കരിയിലകളും ഉണക്ക ഇലകളും നമ്മളെപ്പോഴും കളയാതെ സൂക്ഷിച്ച് ഇതുപോലെ വലിയൊരു പാത്രത്തിലൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ അതുപോലെ പൊടിഞ്ഞ് കിട്ടിയ കുറച്ച് ഇലകളുടെ പൊടിയാണ് ഇത്. ഞാനൊരു റിങ്ങിലിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുക്കുകയാണ്. കാരണം നമ്മുടെ ഈ പോട്ടെന്ന് പറയുന്നത് ചെറുതാണ്, നമുക്ക് തൂക്കിയിടുമ്പോൾ കുറേ വെയിറ്റ് ഒന്നും താങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതേപോലെ പൊടിഞ്ഞ കരിയിലകളെല്ലാം നമ്മൾ എടുത്തു വെച്ചിരിക്കുകയാണ്. എല്ലാ ചെടികൾക്കും ഇത് ഇടുന്നുണ്ട്, നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതേപോലെ കുറച്ച് കരിയില പൊടിഞ്ഞിടാം. അത് കഴിഞ്ഞ് നമ്മുടെ ഈ പോട്ടിങ് മിക്സ് ഇതിനകത്ത് ആഡ് ചെയ്യാം. കണ്ടോ, കുറച്ച് വെള്ളം ഊർന്നു പോകുന്ന രീതിയിൽ തന്നെയുള്ള പോട്ടി മിക്സാണ് ഇതിന് നല്ലത് കേട്ടോ. മണലില്ലാന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, എനിക്ക് മണലുള്ളതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. നിങ്ങൾ മണ്ണെടുത്താലും മതി. കണ്ടോ, അപ്പം നമ്മൾ ചേർത്ത് വെച്ച ഈ പോട്ടി മിക്സ് എല്ലാം ഇതിനകത്ത് ഇട്ടു. ഞാൻ ഇങ്ങനെയാണ് നമ്മുടെ ഈ ചെടികളെല്ലാം നമ്മുടെ ഹാങ്ങിങ് പോട്ടിൽ നട്ടിരിക്കുന്നത്, ചൈനീസ് ബാൽസം. ഇനി നമ്മൾ ഇതിനകത്തൊരു ചെറിയൊരു കുഴിയെടുത്ത് നമ്മളിതിൽ നിന്ന് ആ നട്ട ചെടി വേരൊന്നും പോവാതെ തന്നെ എടുക്കാം. കണ്ടോ, വേരൊന്നും പോകാതെ തന്നെ നമുക്കിതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഒരു കൈക്ക് എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ, വീഡിയോ എടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും സംസാരിക്കുന്നതും, അതുകൊണ്ട് തന്നെ ചെറിയൊരു പെർഫെക്ഷൻ കുറവുണ്ടാവും. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇട്ട് വെച്ചാൽ മതി. ബാക്കിയുള്ള മണ്ണും കൂടി ഇട്ട് വെച്ചു നമ്മളിതുപോലെ ഒന്ന് നനച്ച് അധികം 2 ദിവസം എല്ലാ ദിവസവും തണലേരിയയിൽ തന്നെയാണ്, എന്നാലും കുറച്ചും കൂടി തണൽ, ഒട്ടും വെയിൽ കിട്ടാത്ത സ്ഥലത്ത് വെച്ചിട്ട്. അതുപോലെ നാടൻ ചൈനീസ് ബാൽസത്തിൻ്റെ കമ്പുകൾ മാത്രമല്ല, നമുക്ക് ഇതുപോലെ വിത്തുകൾ കിട്ടും. ഇതുണ്ടോ, ഇതിൻ്റെ വിത്താണിത്. ഇത് നമ്മൾ ശ്രദ്ധിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഉണങ്ങി പെട്ടെന്ന് പൊട്ടി മണ്ണിൽ പോകും. അപ്പോൾ നമ്മൾ വീഴുന്ന സ്ഥലം ഈ ചെടികൾ വിത്ത് മുളയ്ക്കാൻ പറ്റാത്തൊരു സ്ഥലമാണെങ്കിൽ നമുക്ക് അതിൻ്റെ തൈ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഇടയ്ക്കൊന്ന് നോക്കാം. ഉണങ്ങിയെന്ന് കാണുമ്പോൾ തന്നെ നമ്മളത് പൊട്ടിച്ചെടുത്ത് നമുക്ക് നല്ല ഇളക്കമുള്ള മണ്ണിൽ അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ തൈകൾ കിട്ടും. എനിക്ക് തോന്നുന്നു ഇത് തൈ മുളച്ച് കിട്ടിയ ചെടിയാണ്. എനിക്ക് തോന്നുന്നു തൈ മുളച്ച് കിട്ടുന്ന ചെടികൾ കുറച്ചുകൂടി ബുഷിയായിട്ട് വളരും, ഒത്തിരി പൂക്കൾ തരുന്നതായിട്ട് എനിക്ക് കണ്ടിട്ടുണ്ട്, കൊമ്പ് നടുന്നതിലും. അപ്പോൾ ഇതേപോലെയൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ചെടിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ നാടൻ ബാൽസം ആയിക്കോട്ടെ ഹൈബ്രിഡ് ബാൽസം ആയിക്കോട്ടെ ഏതിനായാലും ഞാൻ കൊടുക്കുന്ന പിന്നെയുള്ള വളം എന്ന് പറയുന്നത് നമ്മുടെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതിന് ശേഷം ഒരു 3 ദിവസമോ 2 ദിവസം അങ്ങനെ പുളിപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാണകം ഞാനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചാണകത്തിൽ കുറച്ച് ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടിയും എല്ലാം ഇട്ട് ഇങ്ങനെ പുളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തെളി ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കും. പിന്നെ വല്ലപ്പോഴും ഒരു 15 ദിവസം കൂടുമ്പോൾ മറ്റുള്ള ചെടികൾക്ക് 19 ഡൈലൂട്ട് ചെയ്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇതിനും കുറച്ച് എന്താ പറയുക, ഒന്ന് മണ്ണ് നനയാൻ പാകത്തിന് മാത്രം അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് 19 അപ്പോൾ ഇതേപോലത്തെ കെയറിങ് ആവുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല പോട്ടി മിക്സും കൂടി ആയിക്കഴിഞ്ഞാൽ നല്ല പൂക്കൾ തരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ നാടൻ ചൈനീസ് ബാൽസത്തിൻ്റെ എൻ്റെ വീട്ടിലെ കാഴ്ചകളും ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ഏത് ചെടിയും നമ്മൾ നടേണ്ട രീതിയിൽ, നമ്മൾ നടുന്ന ആ രീതിയുടെ ഒരു പ്രത്യേകതയും കൊണ്ടും ആ ചെടി ഭയങ്കര മനോഹരമായിരിക്കും. അതിലുണ്ടാകുന്ന പൂക്കൾക്കും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. നമ്മുടെ ഏത് സ്ഥലമായിക്കോട്ടെ, ഒട്ടും സ്ഥലമില്ലാതെ വിഷമിക്കുന്നവർക്കും വീടിൻ്റെ സൺഷെയ്ഡിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഇതുപോലെ ഹാങ് ചെയ്തിടാൻ പറ്റും നല്ലൊരു ചെടിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കമൻസ് ഇഷ്ടം രേഖപ്പെടുത്തണം.
അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം കേട്ടോ.